Meet South India's first black edition Toyota Hilux owned by Mohammed Nadir. Off-road track test drive എന്ന് വെച്ചാൽ പുതിയ വണ്ടിയായിട്ട് ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഇച്ചിരി മടിച്ചൊക്കെ ആയിരിക്കും ഓടിക്കുന്നത്. നോക്കിയോണം, ദേ നട്ട്മെഗ് ക്രീക്കിൽ കൂടെ ചെരിച്ച് ഓടിക്കുന്നത്. ഇഞ്ചുകളുടെ ഗ്യാപ്പേ ഉള്ളൂ സൈഡിലത്തെ പള്ളയുടെ അവിടെ നിന്ന്. Oh my god, that black silhouette is something else. Nutmeg Creek-ഉം കുര്യൻസ് കുഴിയും സ്ലഷ് സോണും എസ്റ്റേറ്റ് ട്രാക്സും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്ലാക്ക് എഡിഷൻ ഹൈലക്സിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഫുൾ ബ്ലാക്ക് ഔട്ട് ട്രിം ആണ്. സാധാരണ ഹൈലക്സ് ഷോറൂം കണ്ടീഷനിൽ കണ്ടു കഴിഞ്ഞാൽ മൊത്തം ക്രോം ലൈനിങ്സ്, അത് ഇച്ചിരി വൃത്തികേടാ കാണാൻ, സത്യമല്ലേ? പക്ഷെ ഇവനെ അങ്ങോട്ട് നോക്കിയേ, ഫുള്ള് ബ്ലാക്ക്ഡ് ഔട്ട്. വെറും ഒരു ക്രോം ഡിലീറ്റ് മാത്രമല്ല, അലോയ്സും സൈഡ് സ്കേർട്സും ബോഡി പാനൽസും ഫെൻഡേഴ്സും മൊത്തം ബ്ലാക്ക് ട്രീറ്റ്മെന്റ്. ഭയങ്കര ലുക്കല്ലേ അത്. കാരണം കട്ടയ്ക്ക് ഓഫ് റോഡ് ഓടിക്കാൻ ആദ്യത്തെ ടെൻഷനൊക്കെ കാണിച്ചു കേട്ടോ. അത് ശരിക്കും വീഡിയോയിൽ കാണാനുണ്ട്. നമ്മുടെ കുര്യൻ ഓബ്സ്റ്റക്കിളിൽ ഇറങ്ങുമ്പോൾ അറിയാതൊക്കെ അങ്ങ് ഹോൺ അടിച്ചു പോയി. ഓട്ടെ, 45 ലക്ഷം രൂപയെങ്കിലും മുടക്കി കാണും ഈ വണ്ടിക്ക് വേണ്ടി. അത് ആരാണേലും ടെൻഷൻ അടിച്ചു പോകും, സത്യമല്ലേ? എന്താണെന്നറിയില്ല, ബ്ലാക്ക് എഡിഷൻ ഹൈലക്സ് സ്ലഷ് തെറിപ്പിച്ചു പോകുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. സ്ലഷ് ട്രാക്സും നോർമൽ ട്രാക്സും എല്ലാം ഓടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ആഗ്രഹം പറഞ്ഞു, ഡോനറ്റ്സും ഡ്രിഫ്റ്റിംഗും ഒക്കെ ചെയ്യാൻ പഠിക്കണമൊക്കെ. അതും സെറ്റാക്കിയിട്ടുണ്ട്, നോക്കിയോ. എങ്ങനെയുണ്ട്? ഇതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ്. 200 ഹോഴ്സ് പവറും 500 Nm ടോർക്കും. ഇതൊക്കെ ശരിക്കും ഒരു ചെറിയ സ്പോർട്സ് കാറിന്റെ പെർഫോമൻസ് റേഞ്ച് അല്ലേ? പിന്നെ അതോടൊപ്പം മഴയും സ്ലഷും 2 വീൽ ഡ്രൈവും 80 ടയറും, പിന്നെ എന്നാ വേണം? പൊളിക്കല്ലേ. പിന്നെ സത്യമായിട്ടും ഈ സൈഡ് സ്റ്റെപ്പ് നമ്മുടെ ട്രാക്കിൽ ഓടിയപ്പോഴല്ല കേട്ടോ വളഞ്ഞത്. പിന്നെ ഓഫ് റോഡർ ആയതുകൊണ്ട് ഇത് എങ്ങനെ നിവർത്തണമെന്നുള്ളത് അറിഞ്ഞിരിക്കണമെന്നുള്ളത് അത്യാവശ്യമാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു ട്രൂ ഓഫ് റോഡ് വാസ് ബോൺ. ദേ വണ്ടി നേരെയാക്കണം നോക്കി. പിന്നെ മുഹമ്മദ് നദീറിന് ഒരു ചെറിയ ഫോട്ടോഷൂട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഓ, ആശാന്റെ ആ ഇരിപ്പൊക്കെ കണ്ടോ? മമ്മൂട്ടി ചാമ്പിക്കുമെന്ന് പറയുന്നതിന് തൊട്ട് മുമ്പത്തെ ഉള്ള ഇരിപ്പ് അതാ തോന്നുന്നത്. പോസിന് വേണ്ടി ജാടക്കരുതെന്നുള്ളൂ കേട്ടോ. ആളൊരു പാവാ, നൈസ് മനുഷ്യൻ. അങ്ങനെ നദീറും ഫ്രണ്ട്സും നമ്മുടെ ട്രാക്കിൽ ഓടിക്കുകയും ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് അടിച്ചു പൊളിക്കുകയും തകർത്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോവുകയും ചെയ്തു.